നമസ്കാരം. ഇന്ന് ലോകം മുഴുവൻ എബ്സ്റ്റൈൻ ഫയൽസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എന്താണ് എബ്സ്റ്റൈൻ ഫയൽസ്? ആദ്യം ജെഫ്രി എബ്സ്റ്റൈൻ ആരാണെന്ന് നോക്കാം. ജെഫ്സ്റ്റൈൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചൈൽഡ് അബ്യൂസറാണ്, ബാലപീഡകനാണ്. ഇയാളുടെ കേസ് അന്വേഷിച്ച അമേരിക്കയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടിയ ഭീമാകാരമായ തെളിവുകൾ, അതായത് 30 ലക്ഷത്തിലേറെ പേജുകളുള്ള 2000-ലധികം വീഡിയോസ്, 2 ലക്ഷത്തോളം ഫോട്ടോഗ്രാഫ്സ്, ഫോൺ നമ്പേഴ്സ്, വിലാസങ്ങൾ, ജിമെയിൽ ആൻഡ് വാട്സ്ആപ്പ് ചാറ്റുകൾ, ഒട്ടേറെ ബാങ്ക് ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ മാനുവൽ ആൻഡ് ഡിജിറ്റൽ ആയിട്ടുള്ള സർവ്വ ഡോക്യുമെന്റ്സും ചേർന്ന ഫയൽസിനെയാണ് എബ്സ്റ്റൈൻ ഫയൽസ് എന്ന് പറയുന്നത്. ആരാണ് ജെഫ്രി എബ്സ്റ്റൈൻ? ഗെയ്സ്. ഒരു മാത്സ് അധ്യാപകനായിരുന്ന ഇയാൾ ഫിനാൻസ് രംഗത്തേക്ക് ചുവടെടുപ്പിച്ചു, കോടീശ്വരനാവുന്നു. അത് കഴിഞ്ഞിട്ട് ഹണി ട്രാപ്പിന്റെ അതിഭയങ്കരമായ ഒരു മുഖമാണ് പിന്നെ കാണുന്നത്. അമേരിക്കയിലെ നമ്പർ 1 പിമ്പായി മാറുന്നു. ഇയാൾ തന്റെ അസാമാജിക സാമ്രാജ്യം കെട്ടിപ്പൊക്കുന്നതിനിടയിൽ തലമുറ മാറ്റാനെന്നോണം ഗിലൈൻ മാക്സ്വെൽ എന്ന സ്ത്രീ, അതായത് ഒരു മുസ്ലിംകാരന്റെ മകനാണ് ഗിലൈൻ മാക്സ്വെൽ, ഇവരെ കണ്ടുമുട്ടുന്നു. ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. പിന്നെ ഇവർ ഒരുമിച്ചാണ് ക്രൂരവും പൈശാചികവുമായ ലൈംഗികതയുടെ വൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയത്. ലോകത്തെ രാഷ്ട്രീയ, കലാ, സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക രംഗത്തെ തന്നെ അതിഭീമന്മാരായിട്ടുള്ള ലോക പൗരന്മാരെ തങ്ങളുടെ ലൈംഗിക അരാജകത്വത്തിന്റെ വീട്ടിലേക്ക്, ജീർണതയുടെ ചുഴിയിലേക്ക് എത്തിക്കാൻ അവർക്ക് രണ്ടുപേർക്കും നിഷ്പ്രയാസം കഴിഞ്ഞു. അതിനവർ ഉപയോഗിച്ചിരുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രായപൂർത്തിയാകാത്ത ധാരാളം കൊച്ചു പെൺകുട്ടികളെയാണ്. ഇതിനിടയിൽ കരീബിയൻ കടലിലെ ദ്വീപ് അവർ സ്വന്തമാക്കി ധാരാളം കെട്ടിടങ്ങളൊക്കെ അതിനകത്തുണ്ടാക്കി അത് തന്റെ മാംസ കച്ചവടത്തിന്റെ കേന്ദ്രവും താപവുമാക്കി. ലോകത്തിലെ പ്രമുഖരെല്ലാം തന്നെ സ്ഥിര സന്ദർശകരുമായി മാറി. പക്ഷേ അവർക്കറിയില്ലായിരുന്നു അവരുടെയൊക്കെ ഓരോ വൈകൃതങ്ങളും ചാബല്യങ്ങളും വീഡിയോ ക്യാമറ വഴി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക പൗരന്മാർ ഉൾപ്പെട്ട ആ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ തന്നെ അയാൾ ബ്ലാക്ക്മെയിലിനായി ഉപയോഗിച്ച് ധാരാളം പണം സമ്പാദിച്ചു. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം കുറഞ്ഞു മറന്നു. അതായത് 2005 13 വയസ്സുള്ള പെൺകുട്ടിയുടെ പാരന്റ്സ് പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നു. അതിന്റെ ഫലമായി 18 മാസത്തെ ജയിൽവാസമാണ് കോടതി വിധിച്ചത്. അത് വിചിത്രമായ ഇളവുകളാണ് ജയിലിൽ അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്നങ്ങനെ 1.5 വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായെങ്കിലും 2019 മീറ്റു മൂവ്മെന്റ്സിന്റെ ഫലമായിട്ട് ഇരയാക്കപ്പെട്ട പല കുട്ടികളും തങ്ങൾ അനുഭവിച്ച ക്രൂരതയുടെ കഥകൾ ഓരോന്നായി മാധ്യമങ്ങൾക്ക് മുന്നിലും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലും വിവരിക്കുകയും ചെയ്തു. ഇത്തവണ ജെഫ്രിക്കും കാമുകിക്കും നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വന്നു. വീണ്ടും ജെഫ്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം 2019 ഒക്ടോബർ 8 ഇയാൾ മരിക്കുകയും ചെയ്തു. ആത്മഹത്യ എന്നാണ് പോലീസ് പറയുന്നതെങ്കിലും സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ അതൊരു കൊലപാതകമാകാനാണ് ചാൻസ്. അയാൾ മരിച്ചതോടെ തങ്ങളുടെ ചീഞ്ഞാറിയ അവിഹിത രഹസ്യങ്ങളും എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെടുമെന്ന് കരുതിയ പ്രമുഖർക്ക് തെറ്റി. ഇലോൺ മസ്ക് ഒരു ആരോപണം ഉന്നയിച്ചു. എന്താണെന്ന് വെച്ചാൽ ജെഫ്രിയുടെ ബാലപീഡനങ്ങളിൽ ട്രംപിനും പങ്കുണ്ടെന്ന്. ഇത് ഭയങ്കര ചൂട് പിടിച്ച് ചർച്ചയായി. പ്രതിപക്ഷം അത് ഏറ്റുപിടിച്ചു. പാർലമെന്റ് ബില്ല് വന്നു. പാർലമെന്റ് ജൈഗാന്റിക് ഭൂരിപക്ഷത്തോടെ ബില്ല് പാസ്സാകുന്നു. അനേകം സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അമേരിക്കൻ ഗവൺമെന്റിന് എബ്സ്റ്റൈൻ ഫയലുകൾ പുറത്തുവിടേണ്ട സാഹചര്യവും ഉണ്ടാകും. ഈ ഫയലുകളിൽ പലരുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരെല്ലാം തന്നെ ചൈൽഡ് അബ്യൂസേഴ്സ് ആണെന്നല്ല അർത്ഥം. അയാളും സുഹൃത്തുക്കളും തമ്മിലുള്ള സംഭാഷണങ്ങൾക്കിടയിൽ വന്ന പേരുകളും എബ്സ്റ്റൈൻ ഫയലുകളിലുണ്ട്.